ഉത്തർപ്രദേശ് ബി.ജെ.പിയുടെ തട്ടകം. എല്ലാ കാലത്തും ബി.ജെ.പിക്കായി കളമൊരുങ്ങുമെന്ന് കരുതിയിരുന്ന ഉത്തരമാണ്. രാജ്പുത് സമുദായത്തിന് പിന്നാലെ ഉത്തർപ്രദേശിൽ 1000-ൽ അധികം വരുന്ന ഗ്രാമവാസികൾ വോട്ട് ബഹിഷ്കരിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മോദി പരിവാർ നിൽക്കക്കളില്ലാതെ ഓടുകയാണ്. കാരണം എന്നും ഉത്തർപ്രദേശിനെ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന കേന്ദ്ര ഭരണകൂടത്തിനുള്ള തിരിച്ചടികൾ ഓരോ വശത്തു നിന്നുമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്പുത് സമുദായത്തെ ബി.ജെ.പി അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ.ഡി.എ പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചുകൊണ്ടും തങ്ങളുടെ പ്രതിഷേധത്തെ അവർ അറിയിച്ചു. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ലക്നൗ ലോക്സഭാ മണ്ഡലത്തിലെ കറൈന ഗ്രാമത്തിൽ നിന്നുമുള്ള 1000 വോട്ടർമാരായിരുന്നു വോട്ട് ബഹിഷ്കരിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ പോളിംഗ് ബൂത്തിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് 29 യുവാക്കൾക്കെതിരെ പോലീസ് ജയിലിലടച്ചിരുന്നു. ഈ കേസുകളിലെ എഫ്ഐആർ ഇതുവരെ റദ്ദാക്കിയില്ല. അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വോട്ട് ബഹിഷ്കരണം നടന്നത്. 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിലെ വലിയ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ ലക്നൗ ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ സിറ്റിംഗ് MP ബി.ജെ.പിയുടെ രാജ്നാഥ് സിംഗ് ആണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 53.30% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ നിന്നും ഒരു ഗ്രാമം മുഴുവൻ വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് 6 ലക്ഷത്തോളം ഭൂരിപക്ഷം കിട്ടിയ ബി.ജെ.പിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തവണ ഉത്തർപ്രദേശ് ബി.ജെ.പിക്ക് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. സംസ്ഥാനത്തെ സഹരൻപൂർ, ബിജ്നോർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ സാന്നിധ്യമുള്ള മുന്നോക്ക വിഭാഗമാണ് രാജ്പുത് സമുദായം. നിലവിൽ ബി.ജെ.പിയുടെ അവഗണന ചൂണ്ടിക്കാട്ടി എൻ.ഡി.എ സഖ്യവുമായി സമുദായം ഭിന്നതയിലാണ്. ഈ മണ്ഡലങ്ങൾ അടക്കമുള്ള പടിഞ്ഞാറൻ യു.പിയിൽ ബി.ജെ.പിക്ക് നോ വോട്ട് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഗ്രാമവോട്ട് ബഹിഷ്കരണം കൂടിയായപ്പോൾ സംഭവം പൂർത്തിയായി. 1991 മുതൽ വാജ്പേയിയുടെ കാലം മുതൽ ബി.ജെ.പി അടക്കിവാണ ഉത്തർപ്രദേശ് ഇത്തവണ ബി.ജെ.പി ഒന്ന് വിയർക്കും. ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ ബഹിഷ്കരണങ്ങളിലൂടെ പ്രതികരിച്ചു തുടങ്ങി. മടുത്തു ഈ വർഗീയ ഭരണത്തെ.